രാജ്യത്തെ സാംസ്കാരിക പ്രവർത്തകർക്ക് അവർക്ക് കിട്ടുന്ന അവാർഡുകളിലും അംഗീകാരങ്ങളിലും മാത്രമാണ് താല്പര്യമെന്നും തുഷാർ ഗാന്ധി വിഷയത്തിലും ഈ അവസാനം നടന്ന ആശാപ്രവർത്തകരുടെ സമരത്തിലും ഏതെങ്കിലും ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നും, കാരണം സാംസ്കാരിക പ്രവർത്തകർക്ക് ആവശ്യം അവാർഡ് മാത്രമാണ് എന്നും അതിനുവേണ്ടി ഇവിടെയുള്ള സർക്കാരിനെയും അവിടെയുള്ള സർക്കാരിനെയും പിണക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ ഒരക്ഷരം മിണ്ടാത്തത് എന്നും കെ.എ. തുളസി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞത്. ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എവിടെ പോയി എന്ന് നമ്മളൊക്കെ ആ വിലാപം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആരും അതിന് ഒരു ചെറു വിരൽ പോലും അനക്കുന്നില്ല. കാരണം ആർക്കും മിണ്ടാൻ ധൈര്യമില്ല എന്നുള്ളതാണ്. കാരണം ധൈര്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അവാർഡുകൾ കിട്ടില്ല, വലിയ അംഗീകാരം കിട്ടില്ല, വലിയ പരിഗണനകൾ കിട്ടില്ല. കാരണം അവിടെയും ഭരിക്കുന്നത് ഇവിടെയും ഭരിക്കുന്ന ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായതുകൊണ്ട് ഇവിടെ നടക്കുന്ന അനീതികൾക്കെതിരെ സംസാരിച്ചാൽ ഇവിടെയും കിട്ടില്ല, അവിടെ നടക്കുന്ന സംസാരിച്ചാൽ അവിടെയും കിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. അപ്പൊ സ്വാഭാവികമായിട്ടും വലിയ വലിയ അറിയപ്പെടുന്ന വലിയ പ്രശസ്തരായിട്ടുള്ള സൂര്യന് കീഴെയുള്ള എന്തിനെ കുറിച്ചും അഭിപ്രായം പറയാൻ ഞാൻ വളരെ കഴിവുള്ള ആളാണ്, ബുദ്ധിയുള്ള ആളാണ്, എന്റെ തലയിലൂടെയാണ് ഈ ലോകം മുഴുവൻ കറങ്ങുന്നത് എന്ന് ചിന്തിച്ച് നടക്കുന്ന ബുദ്ധിജീവികളൊക്കെ തന്നെ ഈ വിഷയങ്ങളിലൊന്നും ഒരു ചെറുവിരൽ പോലും അനക്കുകയോ ഒരു വാക്ക് പോലും ഉരിയാടുകയോ അറ്റ്ലീസ്റ്റ് അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോലും ഒരു ചെറിയ അഭിപ്രായ പ്രകടനം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഈ കുടുംബാംഗങ്ങളും അടിവരയിട്ട് കുറിച്ചിടണം എന്നുള്ളതാണ് പറയാനുള്ളത്.